വെനസ്വേലയുടെ അവസ്ഥ ദയനീയമാണ്. ഈ നൂറ്റാണ്ടിലുണ്ടായ ഏറ്റവും വലിയ ദുരന്തത്തിനാണ് രാജ്യം സാക്ഷിയായത്. കഴിഞ്ഞ ദിവസമാണ് വെനസ്വേലയെ തകർത്തെറിഞ്ഞുകൊണ്ട് ഇരട്ട ഭൂചലനമുണ്ടായത്. വെറും 40 സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ 2 ഭൂചലനങ്ങളുണ്ടായപ്പോൾ വെനസ്വേലയുടെ തലസ്ഥാനമായ കാരക്കാസും തകർന്നടിഞ്ഞു. ലോസ് പാലോസ് ഗ്രാൻഡസ്, അൽത്താമിറ തുടങ്ങിയിടങ്ങളിൽ നിരവധി ബഹുനില കെട്ടിടങ്ങളും വീടുകളും തകർന്നടിഞ്ഞു. സൈമൺ ബൊളീവർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ മേൽക്കൂര തകരുകയും നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും വിമാന സർവീസുകൾ പൂർണ്ണമായും റദ്ദാക്കുകയും ചെയ്തു. അമേരിക്കൻ ജിയോളജിക്കൽ സർവേയുടെ റിപ്പോർട്ട് പ്രകാരം ആദ്യത്തെ ഭൂചലനം റിക്ടർ സ്കെയിലിൽ 7.2 തീവ്രത രേഖപ്പെടുത്തി. കരീബിയൻ തീരത്തുള്ള മൊറോൺ മേഖലയ്ക്ക് പടിഞ്ഞാറ് കാരക്കാസിൽ നിന്ന് 168 കിലോമീറ്റർ അകലെയാണ് പ്രഭവ കേന്ദ്രം. 13 കിലോമീറ്റർ ആഴത്തിലാണ് ആദ്യ ചലനമുണ്ടായത്. 40 സെക്കൻഡുകൾക്ക് ശേഷം 7.5 തീവ്രതയിൽ രണ്ടാമത്തെ ഭൂചലനവും അനുഭവപ്പെട്ടു. മൊറോണിന് 16 കിലോമീറ്റർ തെക്കു പടിഞ്ഞാറായി 10 കിലോമീറ്റർ ആഴത്തിലായിരുന്നു രണ്ടാമത്തെ പ്രഭവ കേന്ദ്രം. ഏകദേശം 10,000-നും 1,00,000-നും ഇടയിൽ ആളുകളുടെ ജീവൻ നഷ്ടമാകാൻ സാധ്യതയുണ്ട് എന്നാണ് അമേരിക്കൻ ജിയോളജിക്കൽ സർവേ സൂചിപ്പിക്കുന്നത്. സ്പെയിനിൽ നിന്ന് രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത 1821 സൈനിക വിജയത്തിന്റെ സ്മരണയ്ക്കായി പ്രഖ്യാപിച്ച പൊതു അവധി ദിനത്തിലാണ് ഭൂചലനമുണ്ടായത്. അതിനാൽ തന്നെ ഭൂരിഭാഗം ആളുകളും വീടുകളിലായിരുന്നു. ഭൂചലനത്തിന്റെ തീവ്രത കണക്കിലെടുത്ത് വൈദ്യുതി, ഇന്ധന, ഗ്യാസ് വിതരണം പൂർണ്ണമായും നിർത്തിവച്ചിരിക്കുകയാണ്. ഭൂചലനത്തിന്റെ പ്രകമ്പനം അയൽ രാജ്യമായ കൊളംബിയയുടെ തലസ്ഥാനമായ ബൊഗോട്ട വരെ അനുഭവപ്പെട്ടു. ഭൂചലനത്തെ തുടർന്ന് വെനസ്വേലയ്ക്ക് എല്ലാവിധ പിന്തുണയുമായി അമേരിക്ക അടക്കമുള്ള ലോകരാജ്യങ്ങൾ രംഗത്തെത്തി. വെനസ്വേലൻ സർക്കാരുമായി കടുത്ത രാഷ്ട്രീയ വിയോജിപ്പുകൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ദുരന്തത്തിന്റെ വ്യാപ്തി കണക്കിലെടുത്ത് അമേരിക്ക $150 മില്യൺ അടിയന്തര സഹായമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൂടാതെ US സതേൺ കമാൻഡ് വഴി മെഡിക്കൽ സഹായങ്ങളും രക്ഷാപ്രവർത്തനത്തിനുള്ള പിന്തുണയും ലഭ്യമാക്കിയിട്ടുണ്ട്. തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്താനും രക്ഷപ്പെടുത്താനുമായി 85 പേരടങ്ങുന്ന പ്രത്യേക വിദഗ്ധ രക്ഷാസേനയെ ഫ്രാൻസ് വെനസ്വേലയിലേക്ക് അയച്ചു. ബ്രസീൽ, കൊളംബിയ, മെക്സിക്കോ, അർജന്റീന എന്നീ രാജ്യങ്ങൾ അടിയന്തര രക്ഷാപ്രവർത്തകർ, മെഡിക്കൽ സംഘങ്ങൾ, ആഹാര സാധനങ്ങൾ എന്നിവയടങ്ങിയ വലിയ സഹായ ശേഖരമാണ് വെനസ്വേലയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇവരെ കൂടാതെ ബൊളീവിയ, ഇക്വഡോർ, എൽ സാൽവദോർ, പനാമ, ഉറുഗ്വേ തുടങ്ങിയ രാജ്യങ്ങളും തങ്ങളാലാകുന്ന പിന്തുണ പ്രഖ്യാപിക്കുകയും സഹായങ്ങൾ കൈമാറുകയും ചെയ്തിട്ടുണ്ട്. വെനസ്വേലയുടെ ദീർഘകാല സഖ്യകക്ഷികളായ റഷ്യയും ചൈനയും സഹായങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഈ രാജ്യങ്ങൾക്ക് പുറമെ ഐക്യരാഷ്ട്രസഭയുടെ യുനിസെഫ്, ലോകാരോഗ്യ സംഘടന എന്നിവയും റെഡ് ക്രോസ് സൊസൈറ്റിയും ദുരന്തബാധിത പ്രദേശങ്ങളിൽ കുടിവെള്ളം, മരുന്നുകൾ, പകർച്ചവ്യാധികൾ തടയാനുള്ള സംവിധാനങ്ങൾ എന്നിവ എത്തിച്ച് സജീവമായി രംഗത്തെത്തിയിട്ടുണ്ട്. അതേസമയം വീടുകൾ പൂർണ്ണമായും തകർന്നതിനെ തുടർന്ന് നിരവധി ആളുകൾ ഇപ്പോഴും തെരുവിൽ അലയുകയാണ്. വെനസ്വേലയിലെ വ്യാപിച്ചു കിടക്കുന്ന എണ്ണവാതക ഉൽപാദന കേന്ദ്രങ്ങളെ ഭൂചലനം കാര്യമായി ബാധിച്ചില്ല എങ്കിലും വൈദ്യുതി തടസ്സം പ്രതിദിന ഉൽപാദനം കുറച്ചേക്കാമെന്നാണ് റിപ്പോർട്ട്. ഭൂകമ്പം മൂലം വെനസ്വേലയുടെ GDPയുടെ 7% വരെ സാമ്പത്തിക നഷ്ടം ഉണ്ടായേക്കാമെന്നാണ് US ജിയോളജിക്കൽ സർവേ കണക്കാക്കുന്നത്.